കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കുവാനായി നമ്മുടെ ആത്മീയ ജീവിതത്തിനും അതുപോലെ ഭൗതിക ജീവിതത്തിനു വേണ്ടിയും ദൈവം വലിയവ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാകുന്നുവല്ലോ. അപ്രകാരം ദൈവം പ്രവർത്തിക്കട്ടെ. നമുക്ക് ഒരു പാട്ട് പാടിയതിനു ശേഷമായിട്ട് ദൈവനുഭാവങ്ങൾ ചിന്തിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, യേശുവിൻ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൽ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ഈ പ്രഭാത പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി ഒരു വചനഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം വായിക്കുന്നത് 13-ാമത്തെ വചനം വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും, എന്തിനെക്കുറിച്ചായിരിക്കും കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. അനേകരും അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മളുടെ ദൈവത്തിൻ്റെ ദാസന്മാരും അതിനെക്കുറിച്ചെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്നത് ഉപ്പ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചി വരുത്തുവാനും അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ്. ഉപ്പ് ഇല്ലാതെ ഉള്ള ഭക്ഷണപദാർത്ഥങ്ങൾ, അതുപോലെ ഉപ്പ് കൊണ്ട് മറ്റുള്ളവയെ കേടുകൂടാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നതെല്ലാം ലോകത്ത് സാർവത്രികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിനെല്ലാത്തിനും ഉപ്പ് ആവശ്യമാണ്. അതുപോലെയാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിന് 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൗതികമായിട്ടുള്ള ഉപ്പ് കൊണ്ട് ഉള്ള ഉപയോഗം നമുക്ക് മനസ്സിലായി. അത് ഭക്ഷണങ്ങൾക്ക് രുചി വരുത്തുവാനും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഉള്ളതാണ്. അതിന് കാരം വേണമെന്ന്, അതിന് ഉപ്പിൻ്റേതായിരിക്കുന്ന സ്വഭാവം വേണം. ആ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉപയോഗം നടക്കുകയുള്ളൂ. വെളുത്ത പൊടികളെല്ലാം, വെളുത്ത് നിറയ്ക്കുന്ന പദാർത്ഥങ്ങളെല്ലാം ഉപ്പായി കൊള്ളണമെന്നില്ല. ചില ആ ഉപ്പ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കാരമില്ലാത്തതുണ്ട്. നമ്മൾ പിന്നെ അത് വാങ്ങിക്കാറില്ല. കാരണം നമുക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് വെറുതെ നിലത്തിന് വളമാകുവാനല്ലാതെ, നിലത്ത് കളയുവാനല്ലാതെ മറ്റൊരു ഉപയോഗവും അതിനില്ല. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യൻ നല്ലവനായി കഴിഞ്ഞാൽ അവനെ ഏത് നിലയിൽ വരെ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ മനുഷ്യൻ ചീത്തയായി കഴിഞ്ഞാൽ എത്രമാത്രം ദുഷ്ടൻ അവനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും ഗ്രഹിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. നമ്മളിപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ
ഒരു ക്രൂരനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ മറ്റു പലരുമുണ്ട്. മനുഷ്യർക്ക് ധാരാളം ദ്രോഹം ചെയ്തിട്ടുള്ളവരാണ്. മനുഷ്യർ ധാരാളം കൂട്ടക്കൊല ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ വചനം പഠിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ ക്രൂരന്മാർ നമ്മളുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർ പൊതുവെ ശാന്തന്മാരായിരിക്കും. അവർ ഈ ഹിറ്റ്ലറെ പോലെയും മറ്റുള്ള വലിയ സ്വേച്ഛാധിപത്യം നടത്തുന്ന ഭരണാധികാരികളെ പോലെ പരസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല എങ്കിലും അവർ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ സംസാരങ്ങൾ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും നശിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ പറയുന്ന ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാർ. ഹിറ്റ്ലർ 60 ലക്ഷം ജനത്തെ യഹൂദന്മാരെ കൊന്നുവെങ്കിൽ ആ 60 ലക്ഷം ജനത്തെ മാത്രമേ അത് ബാധിച്ചിട്ടുള്ളൂ. പക്ഷെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ തന്നെ സ്വവർഗ വിവാഹം, സ്വവർഗരതി ഇതെല്ലാം അംഗീകരിച്ചിട്ടുള്ള അനേക രാജ്യങ്ങളുണ്ട്. പുറമേ നോക്കുമ്പോൾ അത് ഒരു ജാതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒരു വളരെ അത് അത്ര വലിയ തെറ്റൊന്നുമില്ല. അവർക്ക് പുരുഷനെ വിവാഹം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പരസ്പരം വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അത് ഏറ്റവും വലിയ പാപമാണ്. സോദോം ഗോമോറ എന്ന് പറയുന്ന, ഇന്നത്തെ ഉപ്പുകടൽ എന്ന് പറയുന്ന ആ സ്ഥലം പണ്ട് സോദോം ഗോമോറ എന്ന് പറയുന്ന 2 ദേശങ്ങളാണ്. ആ ദേശത്തെ മനുഷ്യരുടെ പാപമാണിത്. അവർ സ്വവർഗ ഭോഗികളും അങ്ങനെയുള്ള മനുഷ്യരാണ് അവർ. ദൈവം സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് ഗന്ധകവും തീയും അയച്ച് ആ പട്ടണം അതിനെ നശിപ്പിച്ച് ഇന്നും അത് സകല ലോകത്തിനും ദൃഷ്ടാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ ദൂതന്മാരുടെ പാപം തന്നെ ലോകത്ത് വെളിപ്പെടുന്നത് മറ്റൊരു തരത്തിലുള്ളതാണ്. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ കർത്താവ് നശിപ്പിച്ച് അവരെ അന്ധകാരത്തിൻ്റെ ചെങ്ങലയിട്ട് ന്യായവിധിക്കായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ പാപമാണ് ലോകത്ത് വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വെളിപ്പെടുന്നതാണ് ഈ സ്വവർഗ വിവാഹവും സ്വവർഗരതി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവന് അതിൻ്റെ ആപത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയ പാപമാണ്. ആ ദേശത്തെയും ആ സമൂഹത്തെയും മനുഷ്യരെ തന്നെ കർത്താവ് നശിപ്പിച്ച് കളയും. അപ്പോൾ അതിനെ അംഗീകരിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ മനുഷ്യരാണ് ഈ ഹിറ്റ്ലറേക്കാളും വലിയ ക്രൂരന്മാർ. ഹിറ്റ്ലർ മനുഷ്യരുടെ ശരീരങ്ങളെ നശിപ്പിച്ചോളൂ, പക്ഷേ ഇത് ശരീരത്തെയും പ്രാണനെയും നശിപ്പിക്കുവാൻ, എന്നേക്കും തീയിലിട്ട് നശിപ്പിച്ച് കളവാൻ തക്കവണ്ണമുള്ള പാപം ചെയ്യുവാനുള്ള പ്രേരണ നൽകുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദുഷ്ടനായി കഴിഞ്ഞാൽ അവനെക്കൊണ്ട് ഈ ലോകത്തിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പിക്കുവാനും മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുവാനും ഒരിക്കലും ഇരുട്ടിൽ നിന്ന് കയറി വരാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യനെ ആക്കി കളയുവാനായിട്ട് സാധിക്കും ഒരാൾ ദുഷ്ടനായി കഴിഞ്ഞാൽ. അതിന് പല പരിധികളൊക്കെ ഉണ്ട്. പരിധിയില്ലാത്ത ദുഷ്ടതയുള്ളവരുണ്ട്, ദുഷ്ടതയ്ക്ക് പരിധിയുള്ളവരുണ്ട്. അത് ഓരോരുത്തരുടെ ഓരോ ദൈവത്തിൽ നിന്നുള്ള മനസാക്ഷിയുടെ അകലമനുസരിച്ച് ദുഷ്ടത കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് അവർ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. അവർക്ക് ഉണ്ടാകുന്ന അവരുടെ സൽസ്വഭാവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ലോകത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന്, വ്യക്തിപരമായിട്ടെല്ലാം അത് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വായു പോലെ ആയിത്തീരും. അപ്പോൾ ഒരാൾ ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം കർത്താവ് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. വചനം പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ വായു പോലെ ആയിത്തീരും. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, അസത്യം ഒഴിച്ച് സത്യം മാത്രം പ്രസ്താവിക്കുന്ന വായാണെങ്കിൽ വചനം പറയുന്നത് അവൻ കർത്താവിൻ്റെ വായു പോലെയായി തീരും. അപ്പോൾ എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ ഈ മണ്ണെ പ്രതി മാണിക്യത്തെ കൈവിട്ട് കളയുകയാണ്. നമ്മളെക്കൊണ്ട് ഈ ലോകത്തിന് മാത്രമല്ല നമുക്കും ലഭിക്കുവാൻ പോകുന്ന നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൊണ്ട് നമ്മൾ വചനം അനുസരിക്കുന്നതിലൂടെ
നമുക്ക് ലോകത്ത് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ, സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ, കർത്താവിനോടുകൂടിയുള്ള നമ്മളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് അത് വലിയ വലിയ നിലയിലേക്കാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കും തോറും നമ്മൾ കർത്താവിനോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഇലക്ഷൻ നടന്നു. അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ആകുവാനായിട്ട് വളരെ പേർ ആഗ്രഹിക്കുന്നു, വളരെ പേർ പലതും പ്രവർത്തിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അതൊക്കെ വെറും നൈമിഷികമാണ്. അതെല്ലാം ചില കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ വചനം പറയുന്നത്, ഒരുവൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ എൻ്റെ വചനം അനുസരിക്കുന്നവൻ ഇന്നവനോട് തുല്യനാകുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്ര വലിയ പദവികൾ ആണ് ഒരു വചനം അനുസരിക്കുന്നവനെ സംബന്ധിച്ച് അവന് ലഭിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ നമ്മൾ വചനം അനുസരിക്കുന്നതോറും നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് അത്ര വലുതാണ്. അബ്രാഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിച്ചപ്പോൾ അബ്രാഹാമും ഇസ്ഹാക്കും മാത്രം തമ്മിലുള്ള, അബ്രാഹാമും ദൈവവും മാത്രം അറിയുന്ന ഒരു ചെറിയൊരു കാര്യമാണ് അവിടെ തുടക്കത്തിൽ സംഭവിച്ചത്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അബ്രാഹാം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വചനം പറഞ്ഞിരിക്കുന്നത്, നീയും നിൻ്റെ സന്തതി മുഖാന്തരം ഈ ഭൂമിയിലെ സകല വംശങ്ങളും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക്, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനായിരിക്കുന്ന, നിൻ്റെ ഏകജാതനായിരിക്കുന്ന ഇസ്ഹാക്കിനെ മോറിയാമലയിൽ കൊണ്ട് കർത്താവിന് യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞ ആ കാര്യം അബ്രാഹാം അത് കേട്ടത് പോയി അനുസരിച്ചതോടുകൂടി ഈ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയെത്തും. അപ്പോൾ ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുമ്പോൾ അത് ഈ ലോകത്തിന് തന്നെ, ഈ പ്രപഞ്ചത്തിന് തന്നെ മാറ്റം വരുത്തുകയാണ്. ഏക മനുഷ്യൻ്റെ പാപത്താൽ ഈ മാനവരാശി മുഴുവൻ പാപികളായി തീരുവാനിടയെത്തും. ഏകൻ്റെ നീതിയാൽ, ഏകൻ്റെ അനുസരണത്താൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും നീതീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നിമിത്തമായിട്ട് ആ നീതിയെ ആരെല്ലാം അംഗീകരിക്കുന്നു അവർക്കെല്ലാം രക്ഷിക്കപ്പെടുവാനുള്ള അവസരം സൗജന്യമായിട്ട് കർത്താവ് ഈ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ റാഹാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ, റാഹാബ് വേശ്യയായൊരു സ്ത്രീയാണ്. വിശ്വാസത്താൽ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടതുകൊണ്ട് നമ്മളവിടെ കാണുന്നത് ആ റാഹാബ് മാത്രമല്ല, ആ പിതൃഭവനമൊക്കെയും രക്ഷപ്പെടുവാനായിട്ടിടയായത്. അപ്പം നമ്മളുടെ വിലയെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, നിങ്ങൾ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ വായു പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുപോലെ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളും, ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരുടെ വെളിപ്പാട്, ഇന്ന് ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ ഈ ലോകത്ത് ഇന്ന് ദൈവം ജനത്തെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വിശ്വാസത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് നമ്മുടെ ഭവനക്കാരും നമ്മുടെ സഭക്കാരും നമ്മുടെ അത്യാവശ്യം അയൽവക്കംകാരും മാത്രമേ ഈ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ സാക്ഷികൾ വലിയൊരു സമൂഹം നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി നാം എന്തായിത്തീരുമെന്ന് ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സൃഷ്ടികൾ വരെ ഉണ്ട് എന്ന് റോമാലേഖനത്തിൽ പറയുകയാണ്. ഏത്? സകല സൃഷ്ടി, മനുഷ്യർ മാത്രമല്ല, ജീവനില്ലാത്തതെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതുമായ സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം അവർ വെളിപ്പെട്ടിട്ട് വേണം ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതൽ അവർക്കും പ്രാപിക്കുവാനായിട്ട്. ഒരു വലിയ പഠനത്തിന് വേണ്ടി കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ പറഞ്ഞയക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർ, അവൻ്റെ സഹോദരിമാർ, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ വലിയമ്മ, അവരുടെ ബന്ധുക്കൾ എല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കാരണം ഇനി വലിയ പഠനം അങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ അവൻ വലിയൊരു നിലയിലേക്ക് എത്തും.
ഈ രാഷ്ട്രത്തെ തന്നെ ഭരിക്കുവാനുള്ള ഒരു വലിയ സംവിധാനത്തിലേക്ക് അവൻ എത്താൻ പോവുകയാണ് എന്ന്. പക്ഷേ പഠനത്തിന് വിട്ടിട്ടേ ഉള്ളൂ. ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. ദൈവം ഇവൻ നന്നായിട്ട് പഠിക്കണം, ഇവൻ നല്ല രീതിയിൽ പഠിക്കണം, ഇവൻ നല്ല നിലയിൽ പഠിച്ച് പാസ്സായി വന്ന് ആ സ്ഥാനത്തെത്തണം എന്ന്. ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്കെല്ലാം ആശ്വാസമായി, തങ്ങളുടെ ഭൗതിക ജീവിതവും എല്ലാം അതോടുകൂടി തങ്ങൾക്ക് ലോകത്ത് വലിയൊരു നില വരാൻ പോകുന്നു. അതുപോലെ ഭൗതിക ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം തീരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെയാണ് രക്ഷിക്കപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളുടെ ഓരോ പ്രവൃത്തികളും. ഈ സകല സൃഷ്ടിയും സൂക്ഷ്മതയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു പദവിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ളത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഒരു മനുഷ്യൻ അവൻ ദൈവഭയത്തോടുകൂടി നടക്കുകയാണെങ്കിൽ കാട്ടിലെ മൃഗങ്ങളുണ്ടല്ലോ, കാട്ടിലെ ജന്തുക്കളുണ്ടല്ലോ, അതുപോലും അവനോട് ഇണങ്ങിയിരിക്കും. നമുക്കറിയാം, നമുക്ക് നാട്ടിൻ പുറത്തേക്കൂടി പോലും നടക്കാനായിട്ട് ഭയമാണ്. പാമ്പ് കടിക്കുമോ? ചിലപ്പോൾ പുലിയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. പ്രത്യേകിച്ച് വനമേഖലയിൽ താമസിക്കുന്നവർ രാത്രിയിൽ പുറത്തിറങ്ങിയില്ല. ഞങ്ങൾ അങ്ങനെ നമ്മുടെ ചർച്ചുള്ള ഒരു സ്ഥലം ഒരു വനമേഖലയ്ക്ക് അടുത്താണ്. അവർ രാത്രി പുറത്തിറങ്ങിയില്ല, കാരണം കാട്ടുപന്നി ആക്രമിക്കും, മറ്റേതെങ്കിലും മലമ്പാമ്പുകൾ ആക്രമിക്കും, ആ മുള്ളപ്പന്നിയുണ്ട്, പിന്നെ ചിലപ്പോൾ പുലിയെല്ലാം ഇറങ്ങുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം എങ്ങനെ എവിടെ ചെന്നാലും മനുഷ്യന് ഭയമുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം കാട്ടുമൃഗങ്ങളോ എല്ലാം അവനെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. പക്ഷേ യോബിൻ്റെ പുസ്തകം പറയുന്നത്, അവൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ കാട്ടിലെ മൃഗങ്ങൾ കൂടി അവനോട് ഇണങ്ങിയിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയും. യെശയ്യാപ്രവാചന പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ കുന്നുകളും മലകളും എല്ലാം പൊട്ടിയാർക്കും, വൃക്ഷങ്ങൾ കൈകൊട്ടും. ഞാനത് വായിക്കുമ്പോൾ എനിക്കത് പലപ്പോഴും, എനിക്ക് ഒരിക്കൽ പൂനെയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞങ്ങളൊരു ഉപവാസം എല്ലാം കഴിഞ്ഞ് 7 ദിവസമാണെന്ന് തോന്നുന്നു. ഉപവാസം എല്ലാം കഴിഞ്ഞ് വളരെ ക്രമീകരണത്തോടും ശുദ്ധീകരണത്തോടും വലിയ വലിയ പോരാട്ടങ്ങളെല്ലാം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ടൗണിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഗ്രൗണ്ടുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ മരങ്ങളൊക്കെ നമ്മളെ മാടി വിളിക്കുന്നതായിട്ടൊക്കെ തോന്നുകയാണ്. കാരണം അത്ര വലിയൊരു അനുഭവം. പിന്നീട് വചനം വായിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനൊരു സന്ദർഭം, ഇങ്ങനൊരു കാര്യമുണ്ടോ എന്ന് വായിച്ച. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിലാണ് വായിക്കുന്നത്, മലകളും അതുപോലെ കുന്നുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യും? പൊട്ടിയാർക്കും, വൃക്ഷങ്ങൾ കൈകൊട്ടും എന്ന് അവിടെ വായിച്ചപ്പോൾ അത് ശരിക്കും എനിക്ക് ഉണ്ടായ വലിയൊരു അനുഭവമാണത്. കാരണം ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിർജീവമെന്ന് തോന്നുന്നത് പോലെയും നമ്മളോട് അനുകൂലമായിട്ട് വരുവാനായിട്ട് ഇടയായി. മാത്രമല്ല ഈ ലോകത്തിനൊക്കെയും നമുക്ക് സംരക്ഷണം കൊടുക്കുവാനും ആശ്വാസം കൊടുക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളായ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ഭരണകർത്താക്കൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അവർക്ക് സൽബുദ്ധി കൊടുക്കുവാനായിട്ട്, അവർക്ക് ജനത്തിന് ആശ്വാസകരമായിട്ട് ഭരണം നടത്തുവാനായിട്ട്, ദൈവത്തിന് ഹിതപ്രകാരമുള്ള ഭരണം ദേശത്ത് നടക്കുവാനായിട്ട് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ദൈവം അത് അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മൊർദെഖായിയുടെ, ദാനിയേലിൻ്റെ, എസ്തേറിൻ്റെ, ഇതെല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥിച്ച് യഹൂദ ജനത്തെ അവരുടെ ജീവനാശത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ജോസഫ് പറയുന്നത് പോലെ മാത്രമേ ഫറവോൻ്റെ രാജ്യത്ത് മിസ്രൈമിൽ നടക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ വില നിശ്ചയമായിട്ട് നമ്മൾ അറിയണം. ഞാൻ ഒരു അല്പമായ ലാഭത്തിനു വേണ്ടിയും സ്വാർത്ഥതയ്ക്കും വേണ്ടിയും ദൈവത്തിൻ്റെ വചനം പുറകിലെറിഞ്ഞ് കളഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം അത് നിസ്സാരമാക്കി കളഞ്ഞാൽ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ചെറിയ വചനം അഴിക്കുവാനോ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാനോ നമ്മൾ തുനിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ലോകത്തോടാണ് ദ്രോഹം ചെയ്യുന്നത്, നമ്മുടെ മക്കളോടാണ് ദ്രോഹം ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തോടാണ് ദ്രോഹം ചെയ്യുന്നത്. എന്നാൽ ആ ചെറിയ വചനമെന്ന് തോന്നുന്നത് പോലും നാം അനുസരിച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത്,
അതിൽ കൂടി നമുക്ക് ഈ ലോകത്തിന് തന്നെ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ കുറിച്ച് അവിടെ ദേശത്തെ ജാതികൾ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു, ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. അതുകൊണ്ട് നമ്മളെയും കർത്താവ് അപ്രകാരം ഇന്ന് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന് പകരം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി അനുഷ്ഠിച്ച് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നാം കർത്താവിൻ്റെ വായു പോലെയായിത്തീരും. ആ കാട്ടിലെ മൃഗങ്ങൾ നമ്മളോട് ഇണങ്ങിയിരിക്കും. മലകളും പാറകളും എല്ലാം നമ്മുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ഇതാ വൃക്ഷങ്ങൾ കൈകൊട്ടും. പിന്നെയോ അങ്ങനെ 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 എണ്ണിക്കൂടാത്ത അനുഗ്രഹങ്ങൾ നിന്റെ സന്തതി മുഖാന്തരം, നീയും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും, സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കൊത്തോടെ നമുക്ക് ഈ ലോകത്തിനൊക്കെയും മാറ്റം വരുത്തുവാനും അനുഗ്രഹം വരുത്തുവാനും തക്കവണ്ണമുള്ള വചനമാണ്, തക്കവണ്ണമുള്ള വിളിയാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നാം ഭൂമിയുടെ ഉപ്പാകുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ സകല വചനങ്ങളോടും അനുസരണം പുലർത്തി ദൈവഭയത്തോടു കൂടി ജീവിച്ച് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കും തോറും നമ്മളാൽ ഈ ലോകം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നാം ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ലോകം മുഴുവൻ ഇരുട്ടിനാൽ മൂടിയിരിക്കുകയാണ്. അവിടെ വചനം അനുസരിക്കുന്നവൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ഒരു ദിവസം കർത്താവ് എടുത്ത് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൻ്റെ രാജ്യത്തിൽ, കർത്താവിൻ്റെ ഭരണ ദിവസത്തിൽ ആ മഹിമയും ആ അധികാരവും വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്കിന്ന് നാം ഭൂമിയുടെ ഉപ്പാകുന്നു, നാം ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരേണ്ടവരാണ്, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവവരങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ദൈവമേ, അടിയങ്ങളുടെ വില അടിയങ്ങൾ അറിയുന്നില്ല. കർത്താവേ, ദൈവമേ, നാഥാ, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനപ്രകാരം അടിയങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ, ഈ ലോകത്തിനൊക്കെയും പ്രകാശമായി അടിയങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ, അതായി തീരുവാനുള്ള അടിയങ്ങളുടെ കുറവുകൾ, ബലഹീനതയെല്ലാം നീക്കിക്കളഞ്ഞ് ഇന്ന് സത്യമറിഞ്ഞ് സത്യമടിയങ്ങളെ സ്വതന്ത്രരാക്കി അടിയങ്ങൾ കർത്താവിൻ്റെ പക്ഷക്കാരായി തീർന്ന് കർത്താവ് സംസാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വായു പോലെയായി തീരുവാൻ, ലോകത്തിനൊക്കെയും പ്രകാശമായി തീരുവാൻ, ലോകത്തിനൊക്കെ ഉപ്പായി തീരുവാൻ കർത്താവിൻ്റെ ആത്മാവ് അടിയങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ കർത്താവെ, അടിയങ്ങൾ ചില സമർപ്പണങ്ങളും തീരുമാനങ്ങളോടും കൂടി ഈ ലോകത്ത് കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ജീവിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാതനകളെല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടാം. ആമേൻ.